അങ്ങനെ ലോക ജനസമൂഹം കാത്തിരുന്ന ആ സംഭവം അരങ്ങേറിയിരിക്കുന്നു. അമേരിക്കയും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് കർട്ടൻ വീണിരിക്കുകയാണ്. ഒരു കരാർ അത് സാധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് യുദ്ധം തുടങ്ങിയത്. അതിനുശേഷം ഏതാണ്ട് 100 ദിവസങ്ങൾക്കിപ്പുറം ഒരു സമാധാന കരാർ ഉണ്ടായിരിക്കുന്നു. ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നൽകിയ അത്താഴ വിരുന്നിനിടെയാണ് ആ ചരിത്രപരമായ ഒത്തുതീർപ്പ് കരാറിൽ തൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്തിയത്. ഒരു ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ യുദ്ധം? രസകരമായൊരു മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മുൻപ് തുറന്നു കിടന്ന ഹോർമൂസ് കടലിടുക്ക് ഒന്നടച്ച് വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ പരിപാടിക്ക് അമേരിക്ക ചെലവാക്കിയത് എത്രയാണെന്നറിയാവോ? വെറുതെ കിടന്ന ഹോർമൂസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അതൊന്ന് അടച്ച് വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ചിലവായത് 33 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അത് ഇന്ത്യൻ കറൻസിയിലോട്ട് അത് മാറ്റി എഴുതുകയാണെങ്കിൽ പൂജ്യങ്ങളുടെ എണ്ണം നമ്മുടെ പാസഞ്ചർ ട്രെയിനിൻ്റെ ബോഗി പോലെ അങ്ങ് നീണ്ട് കിടക്കും. അപ്പോൾ അത്രയും ഭീമമായ തുക, അപ്പോൾ അത്രയും പൈസ ചിലവായത് ഔദ്യോഗിക കണക്കാണ്. അനൗദ്യോഗികമായി എത്ര രൂപ പൊടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയും നമുക്കില്ല. അവിടെ കൊണ്ടും തീർന്നില്ല. 42 യുദ്ധവിമാനങ്ങൾ അമേരിക്കയ്ക്ക് ഈ സൈനിക നടപടിയിൽ നഷ്ടമായിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളായ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും തരിപ്പണമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് അതിന് തീ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് യുദ്ധമുഖത്തിൽ നിന്ന് അതിനെ പിൻവലിക്കേണ്ടി വന്നു. തീ പിടിച്ചതാണോ, അതിന് നേരെ ആക്രമണം ഉണ്ടായതാണോ എന്നുള്ളതും അറിയില്ല. അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്ന ഗൾഫിലെ സഖ്യരാജ്യങ്ങൾക്ക് നേരെ വലിയ ആക്രമണമുണ്ടായി. അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അതും അമേരിക്കയുടെ സൈനികർ ഒരു 15ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഏതാണ്ട് 540 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക വിവരം കൂടി വരുന്നുണ്ട്. ഇതുകൂടാതെ ട്രംപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ മലയാളത്തിൽ പറഞ്ഞാൽ ധനനഷ്ടവും മാനഹാനിയുമാണ് ട്രംപിന് ഈ യുദ്ധം കൊണ്ട് ഉണ്ടായത്. അദ്ദേഹത്തിന് വരുന്ന നവംബറിൽ അമേരിക്കയിൽ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നിലം തൊടാതെ പൊട്ടും എന്നുള്ള വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം ഈ യുദ്ധം കൊണ്ട് ഉണ്ടായ കെടുതി അമേരിക്കയിൽ പോലും വലിയ രീതിയിലുള്ള ഇന്ധന വിലക്കയറ്റം, അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യവും അനുഭവപ്പെട്ടു. ലോകരാജ്യങ്ങളെല്ലാം അതിൻ്റെ ദുരന്തം പേറുകയും ചെയ്തു. അപ്പോൾ ജനപ്രീതിയിൽ ട്രംപിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ അമേരിക്ക ഈ കലാപരിപാടി തുടങ്ങി ഇന്നലെയുമല്ല. നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാം. അവിടെ 2001 മുതൽ ഏതാണ്ട് തുടർച്ചയായി 20 വർഷക്കാലമാണ് അമേരിക്കൻ സേന അവിടെ അധിനിവേശം നടത്തിയത്. സമ്പൂർണ്ണമായ സൈനിക അധിനിവേശം. ഇറാനിൽ പുറത്തു നിന്നുള്ള യുദ്ധമാണ് നടത്തിയതെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ പട്ടാളം അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു. അതിനുവേണ്ടി അമേരിക്ക ചെലവാക്കിയത് ഏതാണ്ട് 190 ലക്ഷം കോടി രൂപ. ഇന്ത്യൻ കറൻസിയിലാണ് പറയുന്നത് കേട്ടോ. 190 ലക്ഷം കോടി. എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഏതാണ്ട് 2461 സൈനികരുടെ ജീവനും അവിടെ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? അവിടെ താലിബാൻ ഭരണകൂടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവിടെ യുദ്ധത്തിനിറങ്ങിയതെങ്കിൽ അതേ താലിബാനെ അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടാണ് അമേരിക്ക അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. അതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടായെന്നൊരു ചോദ്യം അവിടെയും അവശേഷിക്കുന്നു. അപ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത യുദ്ധം നടത്തുക, കുറേ കാശ് പൊട്ടിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം കലാപരിപാടിയായിട്ട് അമേരിക്ക നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇറാൻ യുദ്ധത്തിൻ്റെ ആകെ തുക. ഇനി വേറെ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഈ അമേരിക്ക വൻതോതിലുള്ള ആയുധം ഇറാനിൽ അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലെ പല ആയുധ നിർമ്മാണ കമ്പനികൾക്കും ഇതിൻ്റെ സാമ്പത്തിക ലാഭം കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ അമേരിക്കയിലെ ഇത്തരം ആയുധ നിർമ്മാണശാലകളിലൊക്കെ ട്രംപ് മുമ്പേ ഒരു ബിസിനസ്സുകാരനാണല്ലോ. ട്രംപിന് വലിയ നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ട്രംപിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ള ചില ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും ഒരു കരാർ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ആ കരാറിൻ്റെ 14 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ 14 വ്യവസ്ഥകളാണ് ഇപ്പോൾ അമേരിക്ക തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാനും ട്രംപുമാണ് ഇതിൽ ഒപ്പ് വെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മുടെ ജനീവയിൽ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ, മുമ്പും അവിടെ തന്നെയാണ് ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ജനീവയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ്റെ സ്പീക്കറും കൂടി നടത്തുന്ന ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ച
ഇനി നടക്കാനുണ്ട്. അവിടെ ഇതിന് കൂടുതൽ വിവരങ്ങൾ ആ സമയത്ത് വരുന്ന 19-ാം തീയതിയാണ് വരുന്നത്. അല്ല, അതിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല. ആ സമയത്താണ് ഇതിൻ്റെ കൂടുതൽ വസ്തുതകൾ വരിക. ഏതായാലും ട്രംപ് തന്നെ പറയുന്നത് 60 ദിവസം കൊണ്ട് ഈ കരാറിൻ്റെ പൂർണ്ണ തോതിലുള്ള ഒരു വ്യവസ്ഥകളും കാര്യങ്ങളും അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തും. അതുവരെ ഞങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിക്കും. ഈ കരാർ, നിലവിലെ കരാറിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാൻ നടപടിയുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പോൾ ബോംബിട്ട് കളയും എന്നുള്ള ഒരു ഭീഷണിയും ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ വാസ്തവം എന്തെന്നാൽ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടക്കണക്കുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ യുദ്ധത്തിലുള്ളത്. ആ വ്യവസ്ഥകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ലെബനൻ അടക്കമുള്ള, അറിയാലോ, ഇറാൻ്റെ പ്രോക്സി സംഘടന, ഇറാന് വേണ്ടി നിഴൽ യുദ്ധം നടത്തുന്ന ഹിസ്ബുള്ള, അവരുടെ കേന്ദ്രമാണ് ലെബനൻ. അപ്പോൾ അവിടെ ഇസ്രയേൽ കയറി ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വെടിനിർത്തൽ നടപ്പിലാക്കപ്പെടണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. അത് അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കരാർ ഒരു 60 ദിവസത്തെ ഒരു എഗ്രിമെൻ്റാണ്, താൽക്കാലിക എഗ്രിമെൻറ്റ്. ഇതിൻ്റെ പുരോഗതി വിലയിരുത്തിയിട്ട് ശേഷം മാത്രമേ അന്തിമ കരാറാകൂ എന്നുള്ളതാണ് വ്യവസ്ഥയിൽ പറയുന്നത്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലെ നാവിക വിലക്ക് 30 ദിവസത്തിനകം പിൻവലിക്കപ്പെടും എന്നുള്ളതാണ് അമേരിക്ക വാഗ്ദാനം നൽകുന്നത്. അത് ഓൾറെഡി പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇറാൻ്റെ തന്നെ 11ഓളം എണ്ണക്കപ്പലുകൾ ഇപ്പോൾ തന്നെ അവിടുന്ന് സ്റ്റേഷൻ വിട്ടു. അത് ചരക്ക് എത്തിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 30 ദിവസം വരെയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഹോർമൂസ് പഴയ സ്ഥിതിയിൽ തന്നെ ആകാൻ അധിക താമസം ഉണ്ടാകില്ല. പിന്നെ ഏറ്റവും രസകരമായ സംഗതിയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അവിടെ ഞങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം, അതിലൂടെ കപ്പൽ കടന്നു പോകുന്നതിന് ടോൾ വേണം എന്നുള്ളതാണ് ഇറാൻ്റെ ആവശ്യം. പ്രധാനമാണ്. ഹോർമൂസ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ടോൾ പിരിക്കാൻ അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇവിടെ ഇറാൻ്റെ ആ ഒരു സമ്മർദ്ദത്തിന് പോലും അമേരിക്ക കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കരാറിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 60 ദിവസത്തേക്ക് അവളുടെ ടോൾ ഉണ്ടാകില്ല, അത് ഉറപ്പ് തരുന്നുണ്ട് അമേരിക്ക. പക്ഷേ അതിനുശേഷം അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇറാനും അതിൻ്റെ തൊട്ടപ്പുറത്തെ അയൽരാജ്യമായ ഒമാനും മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളും കൂടി ചേർന്ന് യോജിച്ച ഒരു പദ്ധതി തയ്യാറാക്കണം എന്നുള്ളത്. അതായത് അതിലെ കൂടെ കപ്പൽ പോകണമെങ്കിൽ ഇറാൻ അത്യാവശ്യം ചില്ലറ കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ അവിടെ ഒരു സർവീസ് ഫീസ് ഈടാക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. അത് വാസ്തവത്തിൽ അമേരിക്ക അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ കരാറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും പരമപ്രധാനമായ സംഗതി, അമേരിക്ക അവിടെ 100 ദിവസത്തോളം യുദ്ധം നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നഷ്ടപരിഹാരം എന്ന പോലെ $30,000 കോടി ഒരു പുനരധിവാസ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പറയപ്പെടുന്നത് അത് അവിടെ പല കമ്പനികളും നടത്തുന്ന നിക്ഷേപങ്ങൾ, അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചില നിർമ്മാണശാലകളും ഫാക്ടറികളും തൊഴിൽ സാധ്യതകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ എന്ന രൂപത്തിലാണ് പറയപ്പെടുന്നതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പൊടിച്ച 33 ബില്യൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് വായിച്ചാൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രത്തോളമാണെന്ന് കൂടി നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഇനിയും തീർന്നില്ല. ഏതാണ്ട് ഇറാൻ്റെ 24 ബില്യൺ അമേരിക്കൻ ഡോളർ അമേരിക്ക ഇടപെട്ട് തടഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പുനഃസ്ഥാപിച്ച് വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഈ കരാറിലെ മറ്റൊരു സംഗതി. അതും അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് 2018 നമ്മുടെ ഓർമ്മകളിലേക്ക് പോകാം. അന്നാണ് ട്രംപ് ഇറാനുമായിട്ടുള്ള ആണവ നിർവ്യാപന കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ട് ഇറാനെതിരെ അന്താരാഷ്ട്ര ഉപരോധം പ്രഖ്യാപിച്ചത്. ആ ഉപരോധങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2018 ശേഷം ഇറാൻ അനുഭവിച്ച എല്ലാത്തരം കെടുതികളും സാമ്പത്തികമായി മറ്റ് വ്യാപാരപരമായിട്ടുണ്ടായിരുന്ന അവർക്ക് ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ മൂലമുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും കെടുതികൾക്കും കഴിഞ്ഞ 100 ദിവസത്തെ യുദ്ധക്കെടുതികൾ കൊണ്ട് അവർ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. അവരുടെ പരമോന്നത നേതാവിൻ്റെ രക്തസാക്ഷിത്വം ഉണ്ടായി, അവരുടെ ചില ഉന്നത സൈനിക നേതാക്കളുടെ ചില മന്ത്രിമാരുടെയൊക്കെ രക്തസാക്ഷിത്വം ഉണ്ടായി, എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 2018 മുതൽ ഇന്നോളം അവർ അനുഭവിച്ച എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ഒറ്റ നിമിഷം കൊണ്ട് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇനി സുപ്രധാനമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. അമേരിക്ക അവിടെ യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞ 2 സുപ്രധാന കാരണങ്ങൾ. ഒന്ന്, അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കും. അത് നടന്നില്ല. അവിടെ അവിടുത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ അടുത്ത അനന്തരാവകാശി തന്നെ അവിടെ അധികാരത്തിൽ വന്നു. അതായത്
ഖമനയുടെ അതേ നയങ്ങൾ തന്നെ അവിടെ തുടരും. അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഭരണകൂടമായിരിക്കില്ല അവിടെ ഉണ്ടാകുന്നത്. മൊജിതബ ഖമനേയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് അവിടെ ഇപ്പോഴും അവിടുത്തെ പരമോന്നത നേതാവ്. അതപ്പോൾ അത് ചീറ്റിപ്പോയി. രണ്ടാമത്തെ കാര്യം, യുറേനിയം. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ. ഇറാൻ ആണയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ആണവായുധം നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയില്ല. അവർ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് UAE ഇടപെടലോടുകൂടി അതവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണവ ഇന്ധനം ഉപയോഗിക്കാനുള്ള ഇറാൻ്റെ അവകാശത്തെ അമേരിക്ക ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ഈ കരാറിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇറാൻ്റെ ആവശ്യങ്ങൾ അതേപടി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് എന്താ പറയുക, നിക്കക്കള്ളിയില്ലാതെ ട്രംപ് ഇതിന് നിന്നുകൊടുത്തു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിന് ഇനിയും ഇറാന് മേൽ യുദ്ധം ചെയ്യാനായിട്ടുള്ള വിഭവശേഷിയില്ല. ആയുധങ്ങളെല്ലാം തീർന്നു, സാമ്പത്തികമായിട്ട് തകർന്നു അമേരിക്ക. ഈ യുദ്ധം ചെയ്ത് കണ്ടമാനം പൈസ ചെലവായി. ഈ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പിന്തുണ തൻ്റെ മുന്നണിയിൽ നിന്ന് പോലും, തൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും തനിക്ക് കിട്ടുന്നില്ല. ഒരു പക്ഷേ അമേരിക്കൻ കോൺഗ്രസ് അവരുടെ അനുമതി ഇല്ലാതെ ഒരു കാര്യം പോലും അമേരിക്കൻ പ്രസിഡന്റിന് ചെയ്യാൻ അനുമതിയില്ല. ആ അനുമതി അമേരിക്കൻ കോൺഗ്രസ് ഇനിയും കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലും ട്രംപിന് വലിയ സംശയമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ തന്നെ രാഷ്ട്രീയ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയപ്പോഴാണ് അദ്ദേഹം ഈ ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആ യുദ്ധം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത്? ധാർമ്മികമായ വിജയം തീർച്ചയായിട്ടും അത് ഇറാന് തന്നെ ഉണ്ടായി. ട്രംപിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുന്നു, വമ്പൻ ധനനഷ്ടവും മാനഹാനിയും തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.